ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്നെ കേൾക്കാനായിട്ട്. അതായത് നിങ്ങൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ജാഗരൂകരായിരിക്കുക. ഇന്ത്യയിൽ ഏതു നേരവും ഒരു വലിയ കലാപം നടക്കാൻ സാധ്യതയുണ്ട്. ഇത് നിസ്സാരമല്ല ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം. കോൺഗ്രസ് പാർട്ടി അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വലിയൊരു കലാപം ഇന്ത്യയിൽ നടത്തിയെടുക്കാനും അതിലൂടെ എന്താ പറയുക, ഇന്ത്യ മഹാരാജ്യത്തെ സമാധാനത്തെ അന്തരീക്ഷത്തെ എടുത്തു കളയുവാനും അട്ടിമറി ഭരണം അതിലൂടെ ഉണ്ടാക്കിയെടുക്കുവാനുമുള്ള ഒരു വലിയൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് വഖഫിന്റെ മറവിലാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. എത്ര പറഞ്ഞു കൊടുത്താലും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇനി ഒട്ടും മനസ്സിലാകാൻ പോണില്ല. ഇപ്പോൾ വഖഫ് ഓരോയിടത്തും നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുക. മഴ ചെറുതായിട്ട് വീഴുന്നുണ്ട്. എന്താ മഴയായി? നിങ്ങൾ എരുസലേമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടേരെ. മഴയൊക്കെ ഒന്ന് പെയ്തു വരുന്നു. ഓക്കെ, ഇനി ഞാൻ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും വളരെ ജാഗ്രത പാലിക്കണം. നിങ്ങൾക്കറിയാത്ത വലിയ കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കാൻ പോവുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എന്താ പറയുന്നത്, സ്വന്തമാക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന തൽപര കക്ഷികൾ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കുവാനുള്ള ശ്രമം നടക്കാൻ പോവുകയാണ്. ഇത് നടക്കുന്നത് വഖഫിന്റെ മറവിലായിരിക്കും. കാരണം ഇന്ത്യയിൽ മോദി സർക്കാർ വഖഫിന്റെ നിയമം അത് എന്താ പറയുക, വഖഫിന് ഇപ്പോൾ ഉള്ള ഒരു അധികാരത്തിന്റെ ചില മാറ്റത്തിരുത്തലുകളൊക്കെ വരുത്തിയിട്ട് നിയമം ഭേദഗതി വരുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വഖഫിന്റെ സംഘടനകളെല്ലാം തന്നെ ഇസ്ലാമിക സമൂഹത്തെ ഒത്തൊരുമിപ്പിച്ചിട്ട് കലാപത്തിന് ആഹ്വാനം കൊടുക്കാൻ തക്കവണ്ണമുള്ള ശ്രമത്തിലാണ്. ഞങ്ങൾ ജയിലുകൾ ഞങ്ങളുടെ ആളുകളെ കൊണ്ട് നിറയ്ക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇസ്ലാമിക സമൂഹത്തെ ജയിലുകൾ ഞങ്ങൾ ആളുകളെ കൊണ്ട് നിറയ്ക്കും എന്നൊരു പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് നടക്കുന്ന വേറൊരു ചതി എന്താണെന്നറിയാമോ? ഈ വഖഫിന് 2013 മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ ഒരു നിയമ ഭേദഗതി വരുത്തി അവർക്ക് കുറച്ചുകൂടി അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അധികാരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അത് ജനം ചർച്ച ചെയ്യണം, ജനം മനസ്സിലാക്കണം. അതായത് വഖഫിന് ഏത് സ്വത്തും, ഇന്ത്യയിലുള്ള ഏത് ഭൂമിയും വഖഫിന് അതെന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് ഇന്ത്യക്കകത്തുള്ള ഏതൊരു ഭൂമിയും വഖഫിന് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ വഖഫ് ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ ആ ഭൂമിക്ക് അവകാശം ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ ആ ഭൂമിക്ക് പട്ടയം ഉണ്ടായിരുന്നവർ അവരെന്ത് ചെയ്യണം, ആ കോടതിയിൽ പോയി നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ പട്ടയം കാണിച്ചു കൊടുത്തുകൊണ്ടോ നിങ്ങൾ കരമടയ്ക്കുന്നവരാണെന്നോ ഇത് നിങ്ങളുടെ പേരിലിരിക്കുന്നതാണെന്നോ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ചെന്ന് ന്യായം ചോദിക്കാൻ പറ്റില്ല. പിന്നെയോ വഖഫിന്റെ തന്നെ ഒരു ട്രൈബ്യൂണൽ ഉണ്ട്, അവിടെ ചെന്നിട്ട് വേണം നിങ്ങൾ വാദിച്ച് വാങ്ങിക്കാൻ. ഇര ചെന്ന് വേട്ടക്കാരനോട് കേണപേക്ഷിക്കുന്ന നിലവാരം. വേട്ടക്കാരൻ നല്ലവനൊന്നും അല്ല. ഏതു നേരവും ഇരയെ കിട്ടിയാൽ കഴുത്തറുത്ത് കൊന്നു തിന്നാനിരിക്കുന്ന വേട്ടക്കാരന്മാരുടെ ഇരയിൽ തന്നെ ഇര ചെന്ന് കരയണമെന്നുള്ള ഒരു വൃത്തികെട്ട നിയമം ഇന്ത്യക്കകത്ത് മൻമോഹൻ സിംഗ്, നരസിംഹറാവു, ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാര് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊലയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു നിയമം. അപ്പോൾ സൈമൺ കിടങ്ങൻ ഇസ്രായേലും നമ്മന്റെ വഖഫിന്റെ കീഴിൽ സൂക്ഷിച്ചോ. ഇസ്രായേലിന് വഖഫിന്റെ കീഴിൽ കൊണ്ടുവന്നാലുണ്ടല്ലോ പിന്നെ പറയുന്നവനെ കാണത്തുള്ളൂ, പറയുന്ന ഒരു പറച്ചിൽ വരെ കാണത്തുള്ളൂ. പിന്നീട് ബാക്കിയൊന്നും കാണാനായിട്ട് ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യക്കകത്ത് ഇങ്ങനെ ഒരു കാട്ടാള നിയമം, പണ്ട് കാട്ടറബിയുടെ കാലത്തുണ്ടായിരുന്ന ആ ഒരു നിയമം ഇപ്പോൾ
ഇപ്പോഴും ഇന്ത്യക്കകത്ത് നമ്മന്റെ മതക്കാർക്ക് മാത്രം ആക്കി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ദോഷം, ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ചതി നിങ്ങൾ തിരിച്ചറിയണം. എന്ത് ചതിയാണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഞാനൊന്ന് റോഡ് ക്രോസ് ചെയ്യട്ടെ. ഓക്കെ, മധുരാജൻ, പ്ലീസ് പൊളിറ്റിക്സ് വേണ്ട. നിന്റെ ആരാധകർ എല്ലാവരും ഉണ്ട്. എന്റെ ഏത് ആരാധകര്? ഞാനെന്താ ദൈവമോ എന്നെ ആരാധിക്കാനായിട്ട്? മധുരാജൻ, പ്ലീസ് പൊളിറ്റിക്സ് വേണ്ട. നിന്റെ ആരാധകർ എല്ലാവരും ഉണ്ട്. നിന്റെ എന്ന് പറഞ്ഞാൽ നിന്റെ ഏത്? അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കാം. ഞാനൊരു ദൈവമോ എന്നെ ആരാധിക്കാനായിട്ട്? ഈ ഊളക്കമ്മൽ ഇട്ടോണ്ട് വരരുത് ദയവ് ചെയ്ത്. ഞാൻ അതും കൂടി പറഞ്ഞേക്കുവാ. വിവരക്കേടും മൂടത്തരവും പറഞ്ഞ എന്റെ വായിന്ന് ചിലപ്പോ മേടിക്കും. രാമകൃഷ്ണൻ കോൺഗ്രസിന്റെ പേര് മാറ്റി ഗാൻഗ്രോസ് എന്നാക്കണം. ഗാൻഗ്രോസ് സോളമൻ അഗസ്റ്റിൻ കോൺഗ്രസ് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് BJPക്ക് മാറ്റാൻ സാധിക്കില്ല? അതാണ് ഇവിടുത്തെ ചോദ്യം. BJPക്ക് ഒറ്റയടിക്ക് അത് മാറ്റാൻ തീരുമാനിച്ചാൽ ഇവിടെ കലാപത്തിന് ഓൾറെഡി ആഹ്വാനം കൊടുത്തു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആ നിയമം BJP നിന്നുകൊണ്ട് ഭേദഗതി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണിപ്പോൾ. അത് എന്ത് ചെയ്യണം? നിയമസഭയിൽ എന്ത് ചെയ്യണം? നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാൻ അത് BJP എന്തായാലും ചെയ്യും. നിയമം ഭേദഗതി വരുത്താൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരെണ്ണം ഉള്ള സ്ഥിതിക്ക് അവർ ഇസ്ലാമിക സമൂഹത്തെ കൂട്ടുപിടിച്ചിട്ട് വലിയൊരു കലാപത്തിന് ആഹ്വാനം കുറിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, തളിപ്പറമ്പ് വഖഫിന്റെ കീഴിലാണ്, ചെല്ലാനം വഖഫിന്റെ കീഴിലാണ്. ചെല്ലാനത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, ക്രിസ്ത്യാനികളെല്ലാം തന്നെ അവിടുന്ന് പുറത്തിറക്കാൻ പോവുകയാണ്. മുനമ്പം കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. മുനമ്പം കഴിഞ്ഞ് ഇപ്പോൾ ചെല്ലാനത്തെ ക്രിസ്ത്യാനികളും നോട്ടീസ് വരും. അവിടുന്നും ചെല്ലാനത്തെ ക്രിസ്ത്യാനികളും ഒഴിഞ്ഞു കൊടുക്കേണ്ട ഗതികേട് വരും. പിന്നെ വയനാട്ടിലും ഇപ്പോൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. തളിപ്പറമ്പ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് വഖഫ്. അങ്ങനെ ഇപ്പൊ എല്ലായിടത്തും നോട്ടീസ് കൊടുത്തോണ്ടിരിക്കുക. പക്ഷെ നോട്ടീസ് കൊടുത്തിട്ട് ഇവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഡയലോഗ് എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല, നിങ്ങൾ താമസിച്ചോ. ഇതാണ് ഇവരുടെ ചതി. ഇത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ താമസിച്ചോ, വഖഫിന്റെ കീഴിൽ നോട്ടീസ് മാത്രം കൊടുത്തിട്ടിരിക്കും. എന്നിട്ട് നിങ്ങൾ താമസിച്ചോ എന്നവർ പറയും. അതിനുശേഷം ഭൂരിപക്ഷം മുസ്ലിം സമുദായം ഒന്നടങ്കം ഇന്ത്യക്കകത്തുണ്ടായതിനു ശേഷം പിന്നെ ഈ ഭൂമി മുഴുവനും തിരിച്ചു പിടിക്കാനുള്ള അധികാരമാണ് അവർക്ക് ഉണ്ടാകുന്നത് തന്നെ. അതാണ് ഈ നിയമത്തിന്റെ പ്രത്യേകത. ഓക്കെ, മനസ്സിലായോ? അതായത് ഭൂരിപക്ഷം ആളുകളെ കുറെ കാലത്തേക്ക്, അതായത് വൺ ടൈം വഖഫായി കഴിഞ്ഞാൽ ഓൾവേസ് വഖഫ് എന്നാണ്. ഒരു പ്രാവശ്യം വഖഫിന്റെ സ്വത്താണെന്ന് വഖഫ് ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ കാലത്തും അത് വഖഫിന്റെ സ്വത്തായി മാറും. അതാണ് അതിന്റെ രീതി. അപ്പോൾ വഖഫ് ഇപ്പോൾ കാണിക്കുന്ന കുതന്ത്രം എന്ന് പറയുന്നത്, ബുദ്ധി എന്ന് പറയുന്നത്, വഖഫിന്റെ പേരിൽ ഭൂമി ക്ലെയിം ചെയ്യും. ക്ലെയിം ചെയ്തതിന് ശേഷം വഖഫ് പറയും, ഇതിൽ നിങ്ങൾക്ക് താമസിക്കാം, ഞങ്ങൾ നിങ്ങളെ പുറത്താക്കത്തില്ല, ഇത് വെറും വഖഫിന്റെ ഭൂമി എന്ന് മാത്രമേ കിടക്കത്തുള്ളൂ, ഇതിൽ നിങ്ങൾക്ക് താമസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളത് വിശ്വസിക്കരുത്. ഈ വഖഫിന്റെ നിയമം മാറാതെ ഒരിക്കലും അത് നിങ്ങളുടെ സ്വന്തമാകില്ല. അവിടെയാണ് വലിയൊരു അജണ്ട മറഞ്ഞു കിടക്കുന്നത്. ഒരിക്കലും ഈ വഖഫിന്റെ എന്താ പറയുന്ന ഇത് മാറാതെ, ഒരിക്കലും വഖഫിന്റെ ഈ ഇപ്പോഴത്തുള്ള നിയമം മാറാതെ ഒരിക്കലും ക്രിസ്ത്യാനികൾക്കോ ഹിന്ദുക്കൾക്കോ ഒരിക്കലും ഇത് സ്വന്തമാകില്ല. പിന്നെ മുസ്ലിങ്ങളുടെ പേരിൽ ഇപ്പം ആൾക്കാർ പറയുന്നുണ്ട്, മുസ്ലിങ്ങളുടെ പേരിലും എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥലങ്ങൾ വഖഫ് അവകാശം പറയുന്നു എന്ന് പറഞ്ഞിട്ട്. മുസ്ലിങ്ങളുടെ പേരിലും അവകാശം പറഞ്ഞാലും ആ മുസ്ലിങ്ങളെ അവിടെ നിന്നൊന്നും കുടിയൊഴിപ്പിക്കാൻ പോണില്ല വഖഫ്. അത് വഖഫിന്റെ ഭൂമിയിലാണ്, മുസ്ലിങ്ങൾക്ക് അവിടെ താമസിക്കാം എന്നൊരു അനുവാദം കൊടുക്കുമ്പോൾ
മുസ്ലിങ്ങൾ വഖഫിന് വേണ്ടി എന്ത് ചെയ്യും? മൗനമായി ഇരുന്നു കൊടുക്കും. അത് മുസ്ലിങ്ങളുടെ ഒരു രീതിയാണ്. മുസ്ലിങ്ങൾ ഏതു നേരം നോക്കിയാലും അവർ അവരുടെ സമുദായത്തെയും അവരുടെ സമുദായത്തിന്റെ പ്രവൃത്തികളെയും അവരുടെ അള്ളാഹുവിന് വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും? അതിനവർ കൂട്ടു നിൽക്കും. അത് മുസ്ലിങ്ങളുടെ ഒരു രീതിയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. സാം മഠത്തിലിട്ട് കാലഹരണപ്പെട്ട 6-ാം നൂറ്റാണ്ടിലെ പ്രത്യാശ കോടതി ഇടപെട്ട് കണ്ടുകെട്ടണം. കോടതിക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. വഖഫ് ട്രൈബ്യൂണലിന്റെ കീഴിലാണ്. കോടതിയെക്കാളും വലിയൊരു നിയമം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ശരിയാ നിയമം. ഇസ്ലാമിക രാജ്യമല്ലാതെ മതേതര രാജ്യം എന്ന് പറയുന്ന ഇന്ത്യക്കകത്ത് ശരിയാ ലോ നടപ്പിലാക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? പൊട്ട ഹിന്ദുവും ക്രിസ്ത്യാനിയും നിങ്ങൾ എന്നാണ് എനിക്ക് നന്നാക്കി എടുക്കാൻ പറ്റുന്നത്? എനിക്ക് നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെ എനിക്ക് മാത്രമല്ല ആർക്കും ഇനി ഒട്ടും നന്നാകാൻ പോകുന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് ഇന്ന് ക്രിസ്ത്യാനി പണ്ട് എന്തു പറഞ്ഞേ ഇത് കൊണ്ടുവന്നായിരുന്നല്ലോ, സിറ്റിസൺഷിപ്പിന്റെ ബില്ല് കൊണ്ടുവന്ന സമയത്ത് CAA നടപ്പാക്കണം എന്ന് പറയുന്ന സമയത്ത് ക്രിസ്ത്യാനികൾ ഒന്നടങ്കം പള്ളികൾ തുറന്നു കൊടുത്ത് ഇവർക്ക് നിസ്കരിക്കാനും ക്രിസ്ത്യാനികൾ ഒന്നടങ്കം ഇവർക്ക് വേണ്ടി സപ്പോർട്ടും ഭയങ്കര കൊടിവിളിയും ഒക്കെ ആയിരുന്നു ക്രിസ്ത്യാനികൾ. ഇതാണ് ക്രിസ്ത്യാനിയുടെ മതേതരത്വത്തിന്റെ ഒരു എന്താ പറയുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പ്രത്യേകത കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിയും ഹിന്ദുവും മധുരാജൻ പുള്ളിയെ ഇഷ്ടമാണ്, ബട്ട് ഇന്ത്യക്കാർ കോൺഗ്രസ് BJP കമ്മ്യൂണിസ്റ്റ് ആണ്. നീ ടെററിസം എതിർക്ക്. ഈ ടെററിസം എതിർക്കണമെങ്കിൽ ഈ ടെററിസത്തെ കൈ തൂക്കി വെച്ചുകൊണ്ട് നക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ഷൂ നക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ടെററിസത്തിന്റെ ഷൂവിനെ നക്കിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസും എന്തുവാ കമ്മ്യൂണിസ്റ്റും അല്ലേ? ഇത് പറയാൻ പാടില്ലേ? നിനക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരിക്കാം മധുരാജൻ, നിനക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. ആ രാഷ്ട്രീയം നിനക്ക് എന്തു പറയുന്ന അടിമ രാഷ്ട്രീയത്തിനകത്ത് അടിമ കൊങ്ങിയോ അടിമ കമ്മിയോ എങ്കാണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് എനിക്കിവിടെ വിഷയമില്ല. എനിക്ക് ആരാണോ ഈ കിരാതകന്മാരുടെ കയ്യിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ പറ്റുന്ന ആർക്ക് കഴിയുമോ അവരുടെ ഒപ്പം ചാഞ്ഞു നിൽക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അല്ലാതെ ഞാൻ പാർട്ടി നോക്കിയും രാഷ്ട്രീയം നോക്കിയും ജീവിക്കുന്ന ഒരാളല്ല. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആ സമയത്ത് ആരുണ്ടോ ആ സപ്പോർട്ട് ചെയ്യുന്ന ആളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ. ആ സപ്പോർട്ട് ചെയ്യുന്ന ആളോട് ചേർന്ന് നിൽക്കുക മാത്രമല്ല അതിനോട് നന്ദിയും കടപ്പാടും കൂടി കാണിക്കണം എന്നുള്ളതും കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം റഷീദ് പുതിയപുരയിൽ പുന്നാട് ഇവള് തമ്മിൽ കലഹമുണ്ടാക്കാൻ വന്ന ഡാഷ് മോള് ആര്? ഉമ്മയോ? നിന്റെ ഉമ്മയാണോടാ? റഷീദ് പുതിയപുരയിൽ പുന്നാട് നിന്റെ ഉമ്മയാണോ കലഹമുണ്ടാക്കാൻ വന്ന ഡാഷ് മോള്? എന്നാ ഡാഷ് മോളോട് പറ, ഇനി ഇന്ത്യക്കകത്ത് നിന്നെപ്പോലുള്ള ഊളകൾക്ക് കലഹമുണ്ടാക്കാൻ പറ്റില്ല എന്ന് പറ. കലഹമുണ്ടാക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്താലും അതിനെ എതിർക്കാൻ തക്കവണ്ണമുള്ള ശക്തി ഇന്ന് ക്രിസ്ത്യാനിയും ഹിന്ദുവും നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ ഉദ്ദേശം കലാപം ഉണ്ടാക്കുക എന്ന പറഞ്ഞ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. വഖഫ് ബോർഡ് ഇങ്ങനെ ഓരോരുത്തർക്കും നോട്ടീസ് കൊടുക്കും തോറും ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും വികാരം ഉണരും. അവർ അവരുടെ സ്വത്തിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ആക്കം കാണിക്കും. അവർ സമരപന്തലുകളിൽ പോകും. സമരങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കും. ഇതിനെ മുതലാക്കിക്കൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് BJP സർക്കാർ ഒന്നടങ്കം ഈ നിയമ ഭേദഗതി ഉണ്ടാക്കാൻ വേണ്ടി അവരൊരു ശ്രമം നടത്തുമ്പോൾ അതിന് എതിരായി നിന്നുകൊണ്ട് ജനങ്ങളെ തെരുവിലിറക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ കുടില ബുദ്ധി എന്ന് പറയുന്നത് തന്നെ. പിടികിട്ടിയോ നിങ്ങൾക്ക് ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്? എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേട്ടേ പറ്റത്തുള്ളൂ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടികൊണ്ട് പിന്നെ ഓടുന്ന സമയത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരുടെ ദുരുദ്ദേശം എന്ന് പറയുന്നത്. വഖഫിന് നോട്ടീസ് കൊടുത്ത് സ്ഥലങ്ങൾ മുഴുവനും വഖഫ് ഓൾറെഡി ക്ലെയിം ചെയ്ത് വെക്കും. ഈ വഖഫ് ക്ലെയിം ചെയ്ത് വെച്ചതിന് ശേഷം പിന്നീട് ആ ജനത്തോട് തന്നെ വഖഫ് പറയും, നിങ്ങൾ ഇവിടുന്ന് ആരും കുടിയൊഴിപ്പിക്കാൻ പോകുന്നില്ല, നിങ്ങൾക്കിവിടെ താമസിക്കാം, നിങ്ങൾക്കിവിടെ എന്തുമാകാം.
നിങ്ങൾക്കിവിടെ എന്ത് പറയുന്നത്, അൻസാർ അൻസു പൊട്ടിക്കാൻ കുറച്ച് കുരു കൂടി ബാക്കി വെച്ചേക്ക്, ഉടനെ ആവശ്യം വരും. അതാ ഞാനും പറഞ്ഞ കുരു പൊട്ടി ഇപ്പൊ നീ കരയുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് ബാക്കിയിരിക്കുന്ന കുരു കൂടി പൊട്ടിക്കാൻ കുറച്ച് ബാക്കി അങ്ങ് വെച്ചേരെ കേട്ടോ അൻസാറ്. പൊട്ടിക്കാനുള്ള നിന്റെ മൂലക്കുരു ഇല്ലേ, അത് നീ ബാക്കി അങ്ങ് വെച്ചേരെ. ഇനി നീ കുറെ പൊട്ടിക്കേണ്ടി വരും ഇരുന്നിട്ട്. അൻസാർ അനു പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് നിന്റെ കുരു പൊട്ടി കരയുന്ന കരച്ചിൽ ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അൻസാർ അൻസുവേ, നിന്റെ കുരു പൊട്ടിയിട്ട് നീ കരയുന്ന കരച്ചില് ഇവിടം വരെ നല്ല വൃത്തിയാണം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കുരു അങ്ങ് തന്നെ കയ്യിലങ്ങ് വെച്ചേരെ. നിന്റെ കുരു നീ കുറച്ച് പൊട്ടിക്കാൻ ഇനി കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇന്ത്യയിൽ ഇവർ ചെയ്യാൻ പോകുന്ന പദ്ധതി എന്ന് പറയുന്നത് തന്നെ, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് വഖഫിനുള്ള നിയന്ത്രണം, വഖഫിനുള്ള അധികാരം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുപ്രീം കോടതിക്കും മുകളിലാണ്. നിങ്ങൾക്കൊരിക്കലും ചെന്ന് സുപ്രീം കോടതിയിൽ പോലും ന്യായം ചോദിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഖഫിന്റെ ട്രൈബ്യൂണലിൽ ചെന്ന് വേണം കരഞ്ഞ് നിലവിളിക്കാൻ. കാരണം ആ നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ, ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏത് സ്വത്തും വഖഫിന് ക്ലെയിം ചെയ്യാം, ഏത് സ്വത്തും. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവർക്കതൊരു പ്രാവശ്യം വഖഫാണെന്ന് സ്വയം അങ്ങ് തോന്നി. അത് ഒരിക്കലും ഒരുത്തരും ഉറങ്ങിക്കിടന്നപ്പോൾ അങ്ങ് തോന്നി ഇത് പണ്ട് ഏതോ രാജാവ് വഖഫിന് എഴുതി കൊടുത്തതാണെന്ന് ഒരുത്തൻ അങ്ങ് തോന്നിക്കഴിഞ്ഞാൽ അവൻ ചെന്ന് പറയുകയാണ് ഇത് പണ്ട് വഖഫിന്റെ ഭൂമിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ പോയിട്ട് ഒരുത്തൻ കയ്യും കാലും ഇട്ടടിച്ചിട്ട് അയ്യോ ഇത് വഖഫിന്റെ ഭൂമിയല്ല എന്റെ ഭൂമിയാണെന്ന് കരഞ്ഞ് നിലവിളിക്കുമ്പോൾ നിങ്ങൾക്ക് കോടതിയിൽ പോയി കരയാൻ പറ്റില്ല. പിന്നെയോ വഖഫിന്റെ ട്രൈബ്യൂണലിൽ ചെന്ന് മദ്രസ പൊട്ടന്മാരുടെ അടുത്ത് പോയി കരയണം. ഈ മദ്രസ പൊട്ടന്മാരുടെ അടുത്ത് കരഞ്ഞാലും പ്രയോജനമില്ല. കാരണം കാഫറുകളെ കണ്ടയിടത്ത് വെച്ച് കൊല്ലാൻ പറഞ്ഞിരിക്കുന്ന മതമാണ്. ക്രിസ്ത്യാനിനെയും ഹിന്ദുവിനെയും യഹൂദനെയും എന്തു പറയുന്ന അടുപ്പിക്കരുതെന്നും അവരെ ഉറ്റമിത്രമായി സ്വീകരിക്കുന്നും അവരെ കാഫറുകളായി കണ്ട് അവരെ എതിർത്ത് നിൽക്കണമെന്നും അവരോട് പരോക്ഷമായി പെരുമാറണമെന്നും പഠിപ്പിക്കുന്ന ഒരു മതമാണ്. അപ്പോൾ ആ മതത്തിൽപ്പെട്ട മതപുരോഹിതന്മാരോടത്തും മതപണ്ഡിതന്മാരോടത്തും നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം? കരയാനാലും ഒരു പ്രയോജനമില്ല. വൺസ് ടൈം വഖഫ് ആണെങ്കിൽ ഓൾവേസ് ഇസ് വഖഫ് ആണത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവന്മാര് ഇതിനു വേണ്ടി തയ്യാറെടുപ്പോടുകൂടി ഇറങ്ങിയിരിക്കുന്നത്. ഇതൊരു വലിയ ഇത് നിസ്സാര കാര്യമായി കാണരുത് നിങ്ങൾ. ഇത് നിസ്സാര കാര്യമായി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനിയെ, എന്നെ കേൾക്കുന്ന ഹിന്ദുവെ, ഇവരുടെ ലക്ഷ്യം കലാപം സൃഷ്ടിക്കുക, അങ്ങനെ ഭരണം അട്ടിമറിക്കുക. ഇതിന് കോൺഗ്രസ് ഒത്താശ ചെയ്യുകയാണ്. ഈ പൊട്ട ഹിന്ദുവും പൊട്ട ക്രിസ്ത്യാനിയും എത്ര കൊണ്ടാലും പഠിക്കത്തില്ല. മതപൊട്ടന്മാരും മതപൊട്ടന്മാരല്ല, ഈ മതപൊട്ടന്മാർക്ക് എതിരെ ചിന്തിക്കത്തുമില്ല. പിന്നെയോ ഇവന്മാര് പൊളിറ്റിക്സ് രാഷ്ട്രീയ പൊട്ടന്മാരായിരുന്നു കൊണ്ട് അവന്മാർ കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥികൾക്ക് വീണ്ടും വീണ്ടും വോട്ടിട്ട് കൊടുക്കും. ഈ ക്രിസ്ത്യാനിയും ഹിന്ദുവും ചെയ്യാൻ പോകുന്ന മൂഢത്തരമാണ് ഞാനീ പറയാൻ പോകുന്നത്. ഇങ്ങനെ നിങ്ങൾ വോട്ടിട്ട് കൊടുത്ത ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വന്നിട്ടുണ്ട്. ഈ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ആ ഗണ്ടി അവിടെ ജയിച്ചു കയറും. കാരണം നമ്മന്റെ ആൾക്കാർ കൂടുതലായി എല്ലാവരും കൂടി ചേർന്ന് വോട്ടിട്ട് കൊടുക്കും. ഇതിനകത്ത് പ്രിയങ്ക ഗാന്ധിയോട് സ്നേഹം മൂത്ത കോൺഗ്രസും പ്രിയങ്ക ഗാന്ധിയോട് സ്നേഹം മൂത്ത ക്രിസ്ത്യാനി കോൺഗ്രസും ഹിന്ദു കോൺഗ്രസും കൂടി ചേർന്ന് വോട്ടിട്ട് കൊടുക്കും. എന്തിനാണെന്നറിയാമോ? പ്രിയങ്ക ഗാന്ധി അവിടെ ചെന്നിട്ട് വഖഫിനെതിരെയുള്ള ബില്ല് പാസ്സാക്കുന്ന സമയത്ത് ഇല്ല പറ്റത്തില്ല, വഖഫിന് അധികാരം അങ്ങനെ തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടി പിടിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും കഴുത്തിൽ കത്തിവെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ നിയമത്തിന് ഒത്താശ ചെയ്തു കൊടുക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ടാണ് കുറച്ചുപേരെങ്കിലും ബുദ്ധിയുള്ളവരായി ചിന്തിക്കുക, വരാൻ പോകുന്ന ആപത്തിനെ തിരിച്ചറിഞ്ഞുകൊള്ളുക. നിങ്ങളുടെ ഇന്ത്യ മഹാരാജ്യം അപകടത്തിലാണ്. കലാപത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനവും കലാപത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളുമായിട്ട് ഇസ്ലാമിക സമൂഹം ഇപ്പോഴേ എന്ത് ചെയ്യുകയാണ്? മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ വഖഫിന്റെ മറവിൽ, കോൺഗ്രസ് പാർട്ടിക്ക് മറവിൽ ഒരു കലാപം ഇവിടെ നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ കലാപം നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭരണം അട്ടിമറിക്കാൻ പറ്റും. കാരണം അവരിപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു, വഖഫ് നിയമത്തിന് എന്തെങ്കിലും ഭേദഗതി വരുത്തിയാൽ
ഞങ്ങൾ ഇസ്ലാം സമൂഹം ഒത്തൊരുമിച്ച് ഞങ്ങൾ തെരുവിലിറങ്ങും, ഞങ്ങൾ ജയിലുകൾ നിറയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല പ്രിയ സഹോദരങ്ങളെ. കാരണം ഇവർ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ ഈ പൊട്ടന്മാർക്ക് ജാകാനും മടിയില്ല, കൊല്ലാനും മടിയില്ല. അങ്ങനത്തെ ഒരു സൈസാണ്. കാരണം 72 കൂറിയെ കിട്ടാൻ എന്തിനും ഏതിനും ഇറങ്ങി പുറപ്പെടുമാർ. ഇതിനിടയിൽ ജിഹാദികളുണ്ടെങ്കിൽ ജിഹാദികൾ വളരെ ശക്തമായി തന്നെ എന്ത് ചെയ്യും, തീവ്രവാദികൾ ആ കൂട്ടത്തിൽ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കും. ഇവർ ചെയ്യാൻ പോകുന്നത് എന്താ പറയുന്നത്, പണ്ട് ഇവിടെ ചെയ്തില്ലായിരുന്നോ, തുർക്കിയിൽ ഖിലാഫറ്റ് എടുത്ത് കളഞ്ഞപ്പോഴത്തേക്കും വാര്യംകുന്നിന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്കകത്ത് സമരം, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ കൊലപാതകം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കിയിട്ടാണ് അവർ വാര്യംകുന്നൻ ഇസ്ലാമിക ഖിലാഫറ്റിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം കഴിച്ചത് ഇന്ത്യക്കകത്ത്. അതൊന്നും മറന്നു പോകരുത്. ഇവരെ എപ്പോഴും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് ഇനിയെങ്കിലും ഈ ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല. ഈ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാരാണ്. അവരുടെ ഒപ്പമാണ് ആര് നിൽക്കുന്നത്, ഈ കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നത്. ഈ കോൺഗ്രസ് പാർട്ടിയിലെ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് അവർക്ക് ഭരണം മാത്രമേ ലക്ഷ്യമുള്ളൂ. അവർക്ക് ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവോ കപ്പാസിറ്റിയോ അവർക്കില്ല. ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഭാവിയിൽ ഇത് എത്രത്തോളം അപകടമായി തീരുമെന്നുള്ളതിനെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അവർ വെറും ഭരണം മാത്രം ചിന്തിച്ച് രാഷ്ട്രീയ കളി മാത്രം ചിന്തിക്കുകയാണ്. വരാൻ പോകുന്നതിനെ ചിന്തിക്കാനുള്ള ബുദ്ധിയോ ഒന്നും തന്നെ ഇല്ല. ഇതിനകത്ത് ക്രിസ്ത്യാനികളായിരിക്കുന്ന പല പുരോഹിതന്മാരുണ്ട്, പല എന്താ പറയുക നേതാക്കന്മാരുണ്ട്. ഇവരെല്ലാവരും തന്നെ ഈ രാഷ്ട്രീയ പൊളിറ്റിക്സ് കളിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയെ ഒറ്റിക്കൊടുക്കും എന്നുള്ളതിനകത്ത് യാതൊരു എന്താ പറയുന്ന മാറ്റവുമില്ല പ്രിയ സഹോദരങ്ങളെ. സൈഫു എന്തുവാടാ, നിന്റെ ഉമ്മയാണോ കഞ്ചാവ്? ഉമ്മ MDM ആണ് അടിക്കുന്നത്. നിന്റെ ഉമ്മ MDM അടിച്ച് കിറങ്ങി കിടക്കുകയാണല്ലോ മലപ്പുറത്ത് 4 കാലിലവള്. ആദ്യം പോയിട്ട് നിന്റെ ഉമ്മ MDM അടിച്ച് കിറങ്ങി നടക്കുന്നവളെ എടുത്തോണ്ട് പോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കിടത്ത്. അവളുടെ കെട്ടൊന്ന് അടങ്ങട്ട്, ഇല്ലെങ്കിൽ അവൾ മലപ്പുറത്ത് എഴഞ്ഞു നടക്കും പിന്നീട്. മനസ്സിലായോ? നിന്റെ ഉമ്മയെ ഒന്ന് മലപ്പുറത്ത് നിന്ന് ആ MDM അടിച്ച് കിറങ്ങി നടക്കുന്ന നിന്റെ ഉമ്മയെ എടുത്തോണ്ട് പോകും. അല്ലെങ്കിൽ 4 കാലിൽ കിടക്കുന്ന ഉമ്മയെ പിന്നെ വേറെ വല്ല വഴി രീതിയിലും നിന്നെ കാണേണ്ടി വരും കേട്ടോ. ഒരു മിനിറ്റ്. അഭിലാഷ് അബി സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ട് കമന്റിനൊക്കെ ഇട്ടിട്ട് വാടാ. ഇങ്ങനെ എന്തിനാ പിന്നെ പ്രൊഫൈലും ഇടാതെ ഒന്നും ഇടാതെ ഒക്കെ ആരെ വിളിക്കാനാ, തെറി വിളിക്കാനാ? രമാദാസ് അവർക്ക് പൈസ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. അതെ, അവർക്ക് പണം ഉണ്ടാക്കണം. ഈ പണം വെച്ചിട്ട് സുഖിക്കാൻ പറ്റുമോ? ഇവിടെ സ്വന്തം രാജ്യം ഇല്ലാതിരുന്നിട്ട് പണം വെച്ചിട്ട് ഇവർ എന്ത് നേടുമെന്നാണ് ഇവർ ചിന്തിക്കുന്നത്? സ്വന്തം പണം വെച്ചിട്ട് ഇവർ എന്താ നേടാനാ ഉദ്ദേശിക്കുന്നത്? സ്വന്തം പണം വെച്ചിട്ട് സ്വന്തം രാജ്യമില്ലാണ്ട് തെരുവിൽ കിടന്നിട്ടോ പണം വെച്ചിട്ട് ഇവർ ജീവിക്കാൻ പോകുന്നത്? അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പ്രിയ സഹോദരങ്ങളെ. ഇവിടെ നടക്കാൻ പോകുന്നതൊന്നും ഈ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത്. കൈവിട്ട കളിയാണ് നിങ്ങൾ ഇന്ത്യക്കകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കകത്ത് മൊത്തമല്ല, ലോകത്തിൽ എല്ലായിടത്തും കൈവിട്ട കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പതുക്കെ സൈലന്റ് കില്ലേഴ്സാണ് ഈ ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത്. സൈലന്റ് കില്ലേഴ്സാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും എല്ലാവരും അങ്ങനെയാണോ എന്ന് ചിന്തിക്കും. എല്ലാവരും അങ്ങനെ അല്ലെങ്കിൽ പോലും നിശബ്ദമായിരിക്കുന്നവരും അല്ലാതെ ഉള്ളവർക്കും ഇവിടെ ഇതില്ലല്ലോ, വോയിസ് ഇല്ലല്ലോ. ഉള്ള തീവ്രവാദികൾക്കും ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവന്മാർക്ക് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ വോയിസ്, ഏത് രാജ്യത്താണെങ്കിലും. അതുകൊണ്ട് എന്തുവാ, പാവം ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ടവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ജീവനം കൊടുക്കാൻ പറ്റുമോ? എടാ, പാവം ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ടവരും കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതാ ഇവിടെ ക്രിസ്ത്യാനി ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ടത്തരവും ഊളത്തരവും. പാവം ഇസ്ലാമിക സമൂഹത്തിലുള്ള ആൾക്കാരില്ലേ? ആ പാവം ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി നിന്റെ വീട്ടിലുള്ളവരെ കുരുതിക്ക് കൊടുക്കുകയല്ല വേണ്ടത്. ആദ്യം നീ നിന്റെ കുടുംബത്തെ സേഫാക്കാൻ നോക്ക്. നിന്റെ മക്കളെ സേഫാക്കാൻ നോക്ക്, നിന്റെ കുടുംബത്തെ സേഫാക്കാൻ നോക്ക്. പിന്നെ മതി മതേതരത്വം പിടിച്ചോണ്ട് പോയിട്ട് കണ്ട പാവം ഇസ്ലാമിക സമൂഹത്തിലുള്ളവരെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെടുത്താനും സ്നേഹിക്കാനും അവരെ പിടിച്ച് തലയിൽ തൂക്കി വെക്കാനായിട്ടും. മനസ്സിലായോ?
ആദ്യം സ്വന്തം വീട്ടിനകത്തുള്ള അമ്മയെയും പെങ്ങളെയും മക്കളെയൊക്കെ സുരക്ഷിതമാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കും. ഇവിടെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും പറ്റുന്ന മതേതരത്തിന്റെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് ഈ ഒരു ചിന്താഗതിയാണ് തലയ്ക്കകത്ത് കയറി കിടക്കുന്നത്. ഇസ്ലാം സമൂഹത്തിൽപ്പെട്ടവർ എല്ലാവരും മോശക്കാരാണോ? അവരിൽ പാപം ആൾക്കാരുമില്ലേ? അവരെല്ലാം കിടന്ന് കഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്? അവരത് കഴിയുമ്പോൾ അവരും ബുദ്ധിമുട്ടുകയല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പുളകം കൊള്ളുമായിരിക്കും. അവരെ ഓർത്ത് ദുഃഖിച്ച് കരയുമായിരിക്കും. നിങ്ങൾ അവരെ ഓർത്ത് ഭാരപ്പെടുമായിരിക്കും. വിവരം കെട്ട ജനമേ, അവന്മാർക്ക് അവരെ ഓർത്ത് കരച്ചിലില്ല. അവന്മാർക്ക് ആ ജനത്തെ കുരുതിക്ക് കൊടുത്താണെങ്കിലും അവന്മാരുടെ കാര്യം നേടിയെടുക്കാൻ നടക്കുന്നവന്മാരാ ഊളകള്. അപ്പൊ നിങ്ങൾ പിന്നെ അവരെ സൂക്ഷിച്ചിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടി കരുതിയിട്ടും നിങ്ങൾ അവരെ കുറിച്ച് ചിന്തിച്ചിട്ടും വല്ല പ്രയോജനമുണ്ടോ? ഇപ്പോഴും ക്രിസ്ത്യാനിയും ഹിന്ദുവും പൊലമ്പിക്കൊണ്ടിരിക്കുന്ന പൊലമ്പൽ എന്ന് പറയുന്നത് പാവം പലസ്തീനിലെ ജനങ്ങൾ, പാവം അവിടുത്തെ നിരപരാധികൾ. അവിടുത്തെ നിരപരാധികൾ അവന്റെ നമ്മന്റെ ആൾക്കാർ തന്നെ കുരുതി കൊടുക്കുമല്ലേ? ബാക്കിയുള്ളവൻ അവരെ ഓർത്ത് കരയണോ? നമ്മന്റെ ആൾക്കാരെ അവിടുത്തെ ജനം തന്നെ കുരുതിക്ക് കൊടുത്തിട്ട് പാവം മറ്റുള്ളവരുടെ മെക്കെട്ട് കയറുക ഇവന്മാര്. എന്നിട്ട് ഇവരെ ഓർത്ത് ബാക്കിയുള്ളവർ കരയണം? മറ്റുള്ളവർ ഇവരെ ഓർത്ത് കരയണം? നാണമില്ല ചിന്തിക്കാനായിട്ട്. തലച്ചോറ് ഇവിടെ പോയി. നമ്മന്റെ ആൾക്കാർക്ക് ഇല്ലാത്ത പ്രേമം നിങ്ങൾക്ക് വേണ്ട. അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇവിടെ ഇരുന്ന് കരയുന്നവർക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഐസോൺ റാഫ എന്ന് പറഞ്ഞ് കരഞ്ഞവന് മുനമ്പത്തെ ഓർമ്മ വന്നില്ലേ? മുനമ്പത്തെ ജനം തെരുവിൽ കിടക്കാൻ പോവുകയാണ്. പിന്നെ ലക്ഷദ്വീപിനകത്ത് സേവ് ലക്ഷദ്വീപ് എന്ന് പോസ്റ്റ് ഇട്ട പൃഥ്വിരാജ് അവിടെ പോയി. അവൻ കണ്ടം തിരക്കി ഓടിയോ? ഇപ്പൊ സേവ് മുനമ്പോ ഒന്നും അവന് ഓർമ്മ വരുന്നില്ലേ? കേരളത്തിലല്ലേ അവൻ ജീവിക്കുന്നതൊന്നും. ഇവന്മാരെല്ലാം സുഡാപ്പികളുടെ കാശ് മേടിച്ച് നല്ല പുളകം കൊണ്ട് ജീവിക്കാൻ വേണ്ടി ചിന്തിക്കുന്നവന്മാർ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ സുഡാപ്പികൾ അങ്ങ് പണം കൊടുത്ത് ആ പണത്തിനകത്ത് പുളകം കൊണ്ട് ജീവിച്ചാൽ ഇവന്മാർക്ക് അന്ത്യകാലം വരെയും ജീവിക്കാമെന്നാ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മുറിയണ്ടിയുമായിട്ട് പൃഥ്വിരാജ് തെരുവിൽ കിടക്കുന്ന അലയുന്നത് കാണാൻ പറ്റും. തള്ളാഹുവിന്റെ മസ്ജിദിൽ പോയി അവൻ നിസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ വരുന്നത് അവൻ തന്നെ അറിഞ്ഞോളൂ. ഈ മുറിയണ്ടികളുടെ കൂടെ പോയി ബാക്കിയുള്ളവരെല്ലാം ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുറിയണ്ടികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവന്മാരെല്ലാം പിൽക്കാലത്ത് ഈ മുറിയണ്ടികളുടെ മതത്തിൽ തന്നെ കയറി ഇന്ന് നിസ്കരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് ഈ മുറിയണ്ടികൾക്ക് അറിയുന്നില്ലല്ലോ. ഇന്ന് നിശാപുരുഷോത്തമനും മാധുവും പിന്നെ സിന്ധു സൂര്യകുമാറും പിന്നെ അവളുടെ പേരെന്തുവാ വേറൊരുത്തി ഉണ്ടല്ലോ, മലയാള മനോരമ ചാനലിനകത്ത് ഇരുന്നിട്ട് കരയുന്ന ഒരുത്തി ഇവന്മാർക്ക് വേണ്ടിയിട്ട്, ഷാനി പ്രഭാകര്. ഇവളുമാരെല്ലാം ഇന്നിരുന്ന് കരഞ്ഞ് ഇവരെ അങ്ങ് തലയെ തൂക്കി വെച്ചോണ്ടിരിക്കുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇവർ പതേതരം കൊണ്ട് ഇവളുമാരെ അങ്ങ് തോളിലെടുത്ത് തലോടി പാട്ടുപാടി കൊടുക്കുന്ന. അവസാനം അപ്പിക്കുപ്പായത്തിൽ കുറെ കഴിയുമ്പോഴത്തേക്കും കിടക്കുമ്പോൾ ഇവളുമാര് പഠിച്ചോളും. നവംബർ 25 കേന്ദ്ര സർക്കാർ വഖഫ് നിയമത്തിനെതിരെ ഭേദഗതി ചെയ്ത പുതിയ നിയമം പാസ്സാക്കും. ഇതിന്റെയൊക്കെ വെടി തീരും. എന്റെ പൊന്നു സഹോദര സാം മടത്തിലെത്ത്, അതാ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നവംബർ 25 വഖഫ് നിരോധനത്തിനകത്തുള്ള ആ ഭേദഗതി വരുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തെരുവിലിറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് കലാപത്തിന് ഇപ്പോഴേ കോപ്പ് കൂട്ടി ആഹ്വാനം ചെയ്തു വെച്ചിരിക്കുകയാണ് ഇന്ത്യക്കകത്ത്. നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. ഓരോ ക്രിസ്ത്യാനിയും ഹിന്ദുവും കരുതിയിരിക്കേണ്ടതിനാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളതിന്റെ സീരിയസ്നെസ് ജോൺ പീറ്റർ, നിന്നെ ആരെങ്കിലും ഇവിടെ ക്ഷണക്കത്ത് വെച്ച് വിളിച്ചോടാ ഊളയ്ക്കുണ്ടായവനെ? സംസാരത്തിന് അല്പം മോഡറേറ്റ് ചെയ്യാമെങ്കിൽ വലിയ കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ നീ എന്റെ സംസാരത്തിൽ നീ മോഡറേഷൻ ഉണ്ടാക്കാൻ വരണ്ട. എന്റെ സംസാരം ഇങ്ങനെ തന്നെയാ. ഈ സംസാരം അങ്ങ് കേൾക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് കേട്ടാൽ മതി, ഇല്ലെങ്കിൽ അങ്ങ് പോ. ഈ കാലഘട്ടത്തിനനുസരിച്ചൊക്കെ ചിന്തിയിര് പൊട്ടന്മാരെ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ ഊളകളെ. നിന്നോട് സുനാമി അടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് വലിയൊരു തിരമാല കയറി വരുന്ന സമയത്തും അവിടെ ഇരുന്നു കൊണ്ട് അയ്യോ കടല് കാണാൻ ചിന്നരം, കടലമ്മയെ കള്ളി എന്ന് എഴുതി വെക്കുന്ന ഊളകളോട് ഞാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സുനാമി ആനടിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴും കടലിന്റെ തിരമാല കണ്ടിട്ട് കടലിന്റെ മൂട്ടിനകത്ത് പോയിരുന്നിട്ട് കടലമ്മ കള്ളി എന്ന് പറഞ്ഞ് എഴുതി കളിക്കുന്നവന്മാരോട്, ആ ഊളകളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ പറയുമ്പോൾ പൊട്ടന്മാർക്ക് മനസ്സിലാകുന്നില്ല. പൊട്ടന്മാരെ, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇസ്രായേലിൽ കിടക്കുന്ന റീനയ്ക്ക് വേണ്ടിയിട്ടോ? ഇവിടെ ഇസ്രായേലിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് യഹൂദരുണ്ട്. ഇസ്രായേലിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇസ്രായേലിയരുണ്ട്.
എനിക്ക് പ്രത്യേകിച്ചൊന്നും ആരുടെയും സംരക്ഷണത്തിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇപ്പോഴും ഇതിന്റെ സീരിയസ്നെസ് അറിയാതെ അപകടത്തില് നിങ്ങൾ ഇപ്പോഴും കിടക്കുകയാണ്. മനസ്സിലായോ? ഇതിന്റെ സീരിയസ്നെസ് അറിയാതെ ഇപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഈ അപകടത്തെ മണത്തറിഞ്ഞ് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാതെ നിങ്ങൾ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിച്ചെങ്കിലും വെച്ചുകൊണ്ടിരുന്നാൽ മതി ഈ കാര്യം. നിങ്ങൾ കൂടുതലായിട്ട് ഒന്നും ചെയ്യണില്ലെങ്കിലും നിങ്ങൾ മനസ്സിൽ കുറിച്ചും ധൈര്യമായിരുന്നു കൊണ്ടും ഈ സമൂഹത്തെ, അവരുടെ നീക്കത്തെ നിങ്ങൾ വീക്ഷിക്കുക. അത്രമാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. അല്ലാതെ നിങ്ങൾ കലാപത്തിന് ഇറങ്ങിപ്പോണമെന്നോ, കലാപം അഴിച്ചിങ്ങോട്ട് വിട്ട് നിന്റെയൊക്കെ വീട്ടിലോട്ട് കയറി വന്ന് നിന്റെയൊക്കെ കഴുത്തിറക്കാനും തലയിറക്കാനും അതിന്റെ മറവിൽ ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ കരുതിയിരിക്കുക പ്രതിരോധത്തിന് വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. കാരണം ഇതാണ് എപ്പോഴും ഇവന്മാർ ചെയ്യുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത്. കലാപം അഴിച്ചുവിടുക, ആ കലാപത്തിന്റെ മറവിൽ എന്ത് ചെയ്യുക? കയറി ക്രിസ്ത്യാനിയുടെയും ഹിന്ദുക്കളുടെയും വീട് കയറി അങ്ങ് വെട്ടുക. ഇത് ഇവരുടെ ഒരു രീതിയാണ്. പണ്ട് മുതൽ ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്കകത്ത് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി 5 വർഷം എന്ന് പറയുന്നത് മോദി സർക്കാർ ഭരിക്കുമെന്നും ഇവരുടെ ആ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവരുടെ ജിഹാദ് ഇന്ത്യക്കകത്ത് നടത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ മറവിൽ ഈ ജിഹാദ് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഒരുപാട് ഈ കോൺഗ്രസിനെ ഭരണത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇവർക്ക് വളരെ തന്ത്രപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, ഇന്ത്യയെ പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ബുദ്ധി എന്ന് പറയുന്നത് ജിഹാദ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഇപ്പോഴേ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്? അഖിലുണ്ണി, കേരള ഇൻ സേഫ് സോൺ, ഡോണ്ട് വറി. എടാ പോടാ വിവരം കെട്ടവന്. നീ കോണാണോടാ ശിഖണ്ഡിക്ക് ഉണ്ടായവന്മാരെ? അഖിലുണ്ണി, നീ തന്തയ്ക്ക് പറഞ്ഞ ആണ് തന്നെയാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഊളയ്ക്കുണ്ടായവന്മാരെ, കേരള ഇൻ സേഫ് സോണ് പോലും എൻ്റെ അമ്മയുടെ വായിൽ വല്ലതും മേടിക്കരുത് വിവരം കെട്ടവന്മാരെ. നിന്നോടൊക്കെ സംസാരിക്കുമ്പോഴും വിവരം കെട്ടവന്മാർക്ക് ഇതിന്റെ ഗതിവിശേഷം മനസ്സിലാകുന്നില്ലടാ ഊളകളെ. കേരളമാണ് ഇന്ന് തീവ്രവാദികളുടെ കയ്യിൽ കിടന്ന് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്നത്. നീയൊക്കെ നാട്ടിലിരുന്ന് വാർത്തകൾ കാണാതെ വല്ലവന്റെ കോത്തായത്തിലെ പോയിരുന്നിട്ട് ഇൻസ്റ്റാഗ്രാമിന്റെ റീലും കണ്ടു കിടക്കുന്നവന്മാർക്കും ഇതും അതും കണ്ടു കിടന്നവന്മാർക്കും വിവരമില്ല ഈ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന എന്താന്ന് പറഞ്ഞിട്ട്. കേരള ഈ സേഫ് സോണ് പോലും നമ്മന്റെ ആൾക്കാരെ മാറിയും തിരിഞ്ഞും കാലി നക്കി കൊടുത്തോണ്ടിരുന്നുകൊണ്ട് നമ്മന്റെ ആൾക്കാരെ വളർത്തി എടുത്തുകൊണ്ട് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും പൊരേടം വരെ ശരീഅത്ത് നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് അവൻ കേരള സേഫ് സോണിൽ ഇരിക്കുന്ന പോലും. എന്താ നിനക്ക് മുനമ്പംകാരെ കണ്ണു കാണുന്നില്ലടാ ഊളക്കുണ്ടായവനെ? നിനക്ക് മുനമ്പത്തിലെ ജനങ്ങളെ കണ്ണു കാണുന്നില്ലേ? വിഡ്ഢി. അവൻ കേരള സേഫ് സോണിലാണെന്ന് തോന്നുന്നു. അവൻ പിണറായിയുടെ ബോട്ടിനകത്ത് കയറി ഇരിക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവന് കേരള സേഫ് സോണിൽ കിടക്കുന്നത്. കമ്മി അടിമ വന്നിരിക്കുന്നു കരയാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കയറി. നാണം കെട്ടവന്മാരാടാ നിന്നെപ്പോലുള്ള അഖിലുണ്ണി, നിന്നെപ്പോലുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാടാ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പോയി തൂങ്ങി ചാകിലടാ വിവരം കെട്ടവന്മാരെ. നീയൊക്കെ വിവരം കെട്ടവന്മാരെ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ കുരുതിക്ക് കൊടുക്കാതെ നിന്നെപ്പോലുള്ള കുറെ വൃത്തികെട്ടവന്മാർ തൂങ്ങിച്ചെത്ത് കഴിഞ്ഞാൽ തീരും ഇന്ത്യയിലുള്ള പ്രശ്നം. ബാക്കിയുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എങ്കിലും ബോധം തെളിഞ്ഞ് അവരെങ്കിലും എന്ത് ചെയ്തോളും? ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് അവർ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകും. അവരെങ്ങനെ പ്രതിരോധിക്കണമെന്ന് അവർ തന്നെ സ്വയം പഠിക്കും. നമ്മൾ പോകുന്നൊരു വഴിയിലൂടെ സദാചാര ഗുണ്ടകൾ ഇറങ്ങി നടക്കുകയാണ്. പെൺകുട്ടികൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു രീതി വന്നു കഴിഞ്ഞാൽ നല്ല പെറ്റ തള്ളയും തന്തയും എന്ത് ചെയ്യും? പിള്ളേരെ കരാട്ടയ്ക്കങ്ങ് വിടും. പഠിക്കും മക്കളെ, നിങ്ങൾ പ്രതിരോധം പഠിക്ക്. ഏതെങ്കിലും ഊള കയറി എന്തെങ്കിലും തോന്നിവാസം കാണിക്കുകയോ നിന്റെ കൈ കയറി പിടിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അടിച്ചു താഴെയുള്ള സാധനം അടിച്ചു പൊട്ടിച്ചേരെന്ന് പറഞ്ഞു കൊടുക്കും. അതാ നല്ല തള്ളയും തന്തയെന്ന് പറയുന്നത്. എന്തിനാണെന്നറിയാമോ? ഇന്നത്തെ കാലഘട്ടം മനസ്സിലാക്കി ജീവിക്കണം എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ കാലഘട്ടം മനസ്സിലാക്കി ജീവിച്ചിട്ടൊന്നും കാര്യമില്ല. കേരളം സേഫ് സോണിലാണെന്ന് പോലും. ക്യാപ്റ്റന്റെ കപ്പലിനകത്ത് കയറി അവൻ കയറി അടകിടക്കുവോ? അതുകൊണ്ടാ അവൻ കേരളം സേഫ് സോണിൽ കിടക്കുന്നത് ഓർത്ത് സന്തോഷിക്കുന്നത്. എത്ര പറഞ്ഞു കൊടുത്താലും ബോധമില്ലാത്ത മനുഷ്യരാണല്ലോ കർത്താവേ. ഇതുപോലുള്ള കുറെ എണ്ണങ്ങളാണ് ഈ മതേതരത്തിന്റെ മറവിൽ കിടക്കുന്ന ഈ ഇവനെപ്പോലുള്ള അഖിലുണ്ണിയെ പോലുള്ള കുറെ ഊതറകളാണ് ഈ ഹിന്ദുക്കൾക്ക് അപകടം ഉണ്ടാക്കി വെക്കുന്നത്. ഈ ഹിന്ദുക്കളെ ഏറ്റവും വലിയ ദുരന്തവും അപകടവുമായി മാറുന്നത് ഇതുപോലുള്ള അഖിലുണ്ണി പോലെയുള്ള കുറെ കൂതറകളാണ്. അതുപോലെ ക്രിസ്ത്യാനികൾക്കും കുറെ എണ്ണങ്ങളുണ്ട് ഇതുപോലത്തെ. അവരെ കൊണ്ടുപോയി കുരുതിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നവന്മാര്. രാജ്യം എങ്ങോട്ടാണെന്ന് അവർക്കൊരു അജണ്ടയുണ്ട്, അവർക്കൊരു പൊളിറ്റിക്കുണ്ട്. ഇപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പൊളിറ്റിക്കുണ്ട്. എന്താണ് അവരുടെ പൊളിറ്റിക്ക്? അവർക്ക് രാജ്യഭരണം വേണം. അതാണ് അവരുടെ പൊളിറ്റിക്കല്. ആ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ പൊളിറ്റിക്കൽ ആശയങ്ങൾ എന്ത് ചെയ്യും? മുന്നോട്ട് കൊണ്ടുപോകും. അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കും. അതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിനും ഒരു പൊളിറ്റിക്കുണ്ട്, BJPക്കും ഒരു പൊളിറ്റിക്കുണ്ട്. ആ പൊളിറ്റിക്കിനനുസരിച്ച് അവർ രാജ്യഭരണം കിട്ടണം എന്നുള്ളതും അവരുടെ രാഷ്ട്രീയ ഭരണത്തിന് വേണ്ടിയിട്ടും അവരവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കും. പക്ഷേ ഇസ്ലാം എന്ന പൊളിറ്റിക്കിനെ നിങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ പഠിക്കാതെ പോയ ഒരു പൊളിറ്റിക്കാണ് ഇസ്ലാമിക പൊളിറ്റിക് എന്ന് പറയുന്നത്. അതിന്റെ അജണ്ട എന്ന് പറയുന്ന ലോകം മുഴുവനും ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവന്ന് ലോകത്തിൽ ഇസ്ലാമിക ഖിലാഫറ്റ് ഉണ്ടാക്കി ഭരണം നടത്തുക എന്നുള്ളതാണ് അതിന്റെ പൊളിറ്റിക്ക്. അപ്പോൾ BJP പാർട്ടിക്ക് വേണ്ടിയിട്ട് പൊളിറ്റിക്ക് നടത്തുമ്പോൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് വേണ്ടി അവർ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, ലോകത്തിൽ മുഴുവനും ഇസ്ലാമിക പൊളിറ്റിക് എന്ന് പറഞ്ഞ പൊളിറ്റിക്ക് ഓരോരോ രാജ്യത്തെ തിന്നാനുള്ളതല്ല, അത് ലോകത്തെ മുഴുവനെയും പിടിച്ചു തിന്നാനുള്ള സാധനമാണ്. അത് ലോകത്തെ മുഴുവനെയും അടക്കി പിടിക്കാൻ വേണ്ടി നടക്കുന്ന പൊളിറ്റിക്കാണ്. ഇതിനെയൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ഈ പൊളിറ്റിക്കിനെ തിരിച്ചറിയാതെ നിങ്ങൾ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇതിനകത്ത് നടക്കുന്ന ജനിച്ച മുതൽ തന്നെ ഇങ്ങനെ തന്നെയാണോ കളവ് മാത്രം പറയുന്ന ജൂതക്കുട്ടി? റഷീദ് പുതിയ പുരയിൽ കുഞ്ഞാട്. ജനിച്ച മുതൽ തന്നെ ഇങ്ങനെയാണോ കളവ് മാത്രം പറയുന്ന ജൂതക്കുട്ടി? എടാ റഷീദേ, ഞാൻ പറഞ്ഞതിൽ ഒരു കളവ് നീ ഇങ്ങോട്ട് എഴുതിയിട്ടേ. നീ ഇപ്പം ഞാൻ കളവ് മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ കളവിൽ ഒരു കളവ് നീ എഴുതിയിട്ട് ഞമ്മന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടില്ലേ? മതം മുഴുവനും അള്ളാഹുവിനായി തീരുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടില്ലേ? ഇന്ത്യക്ക് മൻമോഹൻ സിംഗിന്റെ ഭരണത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് വഖഫിന് സ്വത്തുക്കൾ മുഴുവനും വഖഫിന് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നുള്ള നിയമം പാസ്സാക്കി വെച്ചില്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞ കളവാണോ? നിങ്ങളുടെ മത നേതാക്കന്മാർ കയറിയിരുന്നു കൊണ്ട് ചാനൽ ചർച്ചകളിലും അല്ലാതെടുത്തുമൊക്കെ ആഹ്വാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വഖഫ് നിയമം ഭേദഗതി വരുത്തിയാൽ ഞങ്ങൾ ജയിലുകൾ എന്ത് ചെയ്യും, ഞങ്ങളുടെ ആളുകളെ കൊണ്ട് നിറയ്ക്കുമെന്ന് പറഞ്ഞു. അത് എന്തിന്റെ പിൻബലത്തിലാ? അത് എന്തിന്റെ പേരിലാ അവർ പറഞ്ഞത്? അതെന്താ ഉദ്ദേശം? എന്തുവാ? ജയിലിൽ കൊണ്ട് നിറയ്ക്കുന്ന, അപ്പൊ മറ്റുള്ളവരെ കുരുതിക്ക് കൊടുത്ത് ജയിലിൽ കയറുന്നതാണ്. അതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ഇങ്ങനെയെല്ലാം നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് അത് നമ്മൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പേടി, ജനം ഒന്ന് തിരിച്ചറിവുണ്ടായാലോ? നിങ്ങളെ പൊട്ടന്മാരാക്കി വെക്കുന്നിടത്തോളമാണ് ഇവന്മാരുടെ വിജയം. നിങ്ങൾ തിരിച്ചറിവുള്ളവരായി കഴിഞ്ഞാൽ ഇവന്മാരുടെ വിജയം കുറച്ച് താമസിക്കും, അത്രേ ഉള്ളൂ. വിജയമൊക്കെ ഉണ്ടാകും, കുറച്ച് താമസിക്കുന്നേ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങളെ പൊട്ടന്മാരാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് വിജയമാണ്. അപ്പോൾ ഈ പൊട്ടന്മാരായ ജനത്തെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അവിടങ്ങളിലും ഇവിടങ്ങളിലായിട്ടൊക്കെ ചിലരൊക്കെ എണ്ണീക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടപ്പോൾ ഇവന്മാർക്ക് ഒരു ഭയം ഉള്ളിന്റെ ഉള്ളില്. അതാ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും. പൊട്ടന്മാരായിരിക്കുന്ന ജനം കണ്ണു തുറക്കാൻ തുടങ്ങി, പലരും രംഗത്ത് വരാൻ തുടങ്ങി, സത്യങ്ങൾ പറയാൻ തുടങ്ങി. എന്നാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ ക്രിസ്ത്യാനികളെ ഈ പുരോഹിതന്മാരെ നമ്പരുത്. യൂദാസ് ഒറ്റിക്കൊടുക്കുന്നത് പോലെ കൂടെ ഇരുന്ന് കമ്മികളുടെയും കൂടെയും കൊങ്ങികളുടെ കൂടെയും കൂടി ഇപ്പം നല്ലത് വൃത്തിയാണ് ഇവന്മാര് നല്ല പെണ്ണും കള്ളും തീറ്റയും തിന്നിട്ട് നിങ്ങളെ ഒറ്റിക്കൊടുക്കും. അതുകൊണ്ട് ഈ പാതിരിമാരെല്ലാം വന്നിരുന്ന് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ മെത്താമാരും അവിവന്ധ്യ പിതാവ് മാർ ക്ലീസോസ് പൂസോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇവനെ ഒന്നും നമ്പരുത് പ്രിയ സഹോദരങ്ങളെ, നമ്പരുത്. നമ്പിയാൽ പോയി, ഇവനെയൊക്കെ നമ്പിയാൽ. കാരണം അവർക്ക് മേശയിട്ട് കൊടുത്ത് അന്ത്യസൽക്കാരം ഒരുക്കി കൊടുത്ത് പെണ്ണും കള്ളും പണവും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കാലുമാറി എന്ത് ചെയ്യും? ഈ ജനങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല, വിഷമിക്കണ്ട. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ടു ഞാൻ. അച്ഛൻ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അച്ഛൻ പറയുകയാണ്, സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ വാക്കുകളെയെല്ലാം സൂക്ഷിക്കണം. നമ്മൾ ഇനിയും മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. നമ്മുടെ സഹോദരങ്ങളെ വീണ്ടും നമ്മൾക്ക് ഇനി കാണാനുള്ളതാണ് ഇവരെയൊക്കെ. അച്ഛന്റെ പ്രസംഗമാ. നമ്മുടെ സഹോദരങ്ങളെ, സഹോദര സ്നേഹത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ വാക്കുകളെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾക്ക് ഇനിയും ഇവരെ നോക്കാനുള്ളതാണ്, നമുക്ക് ഇനിയും ഇവരെ കാണാനുള്ളതാണ്. ഇവരെ ഇനിയും സഹോദര ബന്ധത്തിൽ ആലിംഗനം ചെയ്യാനുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ പിന്നെ എന്ത് നട്ടലുണ്ടാവും ക്രിസ്ത്യാനിക്ക്? എന്നാ നട്ടല് വെക്കുന്ന നട്ടലുള്ളവന്മാരും ഒന്ന് പറഞ്ഞു കൊടുത്താലല്ലേ നട്ടലെങ്കിലും ഉണ്ടാകും. ആ വളഞ്ഞിരിക്കുന്ന നട്ടല് നിവരത്തുള്ളൂ. വളഞ്ഞിരിക്കുന്ന നട്ടലൊന്ന് നിവരണമെങ്കിൽ
ഒന്ന് നിവർന്ന നട്ടലുണ്ടായുള്ളവന്മാർ പറഞ്ഞു കൊടുത്താലല്ലേ ഉള്ളൂ. എടാ വളഞ്ഞു നട്ടലുള്ളവൻ വന്നിട്ട് കൂനി നിവർത്താൻ പറ്റുമോ പോയി? മനസ്സിലായോ? അതുകൊണ്ട് ക്രിസ്ത്യാനികള് ഈ പാതിരിമാരെ ഒന്നും നമ്പരുത്. നിങ്ങൾ നമ്പുന്നത് വളരെ കഷ്ടമാണ്. ഇവന്മാർ ഒറ്റുകാരന്മാരാണ്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞവന്മാരെ പോലെ ഇവന്മാരെന്ത് ചെയ്യും? ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളയും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഒറ്റുകാരെ പോലെ ഒറ്റ കൊടുക്കും. അതുകൊണ്ട് എന്നും സൂക്ഷ്മതയോടിരിക്കുക, കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കുക. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഏതു നേരവും നിങ്ങൾ കരുതലോടെ വേണം ഇരിക്കാനായിട്ട്. നരേന്ദ്രമോദി ഭരിക്കാൻ മൂന്നാമതും വന്നതോടുകൂടി ഇവരുടെ പല പ്ലാനുകളും നടക്കാതെ പോയതുകൊണ്ട് അത് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും കോൺഗ്രസ് പാർട്ടിക്ക് വീണ്ടും ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടക്കുകയാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണും ഞാൻ പറയുന്നത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പറയുന്നത് അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അല്ല അറിയുന്നത്, അറിയാത്ത പിള്ള അടി കൊള്ളുമ്പോൾ അറിയും. ഈ ലോകത്തിലുള്ള സത്യങ്ങളും ലോകത്തിൽ നടക്കാൻ പോകുന്ന അപകടത്തെ ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല. ഞാൻ സത്യത്തിൽ ദൈവവചനം പഠിപ്പിക്കണം, ദൈവവചന കാര്യങ്ങളെക്കുറിച്ചുള്ളതുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നടക്കാൻ പോകുന്ന ഒരു ആപത്ത്, അതായത് ഈ നന്മയുമുണ്ട് തിന്മയുമുണ്ട്. നന്മ മാത്രം കൊടുത്തോണ്ടിരുന്ന ആ കാര്യം നടക്കത്തില്ല പ്രിയ സഹോദരങ്ങളെ. ഈ ലോകത്ത് നടക്കുന്ന തിന്മയും കൂടി ബോധവൽക്കരിച്ചു കൊടുക്കണം. എന്നാലേ ജനത്തിന് എന്താണ് തിരഞ്ഞെടുക്കാൻ പറ്റുമെന്നുള്ള ബോധമുണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഈ നന്മ മാത്രം അറിഞ്ഞറിഞ്ഞ് കിടക്കുന്നവർക്ക് ഈ തിന്മയെ കണ്ടാലും നന്മയായിട്ടേ തോന്നൂ. അതാണ് ക്രിസ്ത്യാനിക്ക് പറ്റിയ പരമ മണ്ടത്തരം എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്രിസ്ത്യാനിയെ അന്നും ഇന്നും എല്ലാവന്മാരും, പാസ്റ്റർമാരാകട്ടെ, പുരോഹിതന്മാരാകട്ടെ, ഉപദേശിമാരാകട്ടെ, ഏതവന്മാരാകട്ടെ, നല്ലത് മാത്രം പറഞ്ഞു കൊടുത്ത് അവരുടെ തലച്ചോറിൽ എന്താ പറയുന്നത്, നല്ലത് മാത്രം. കാരണം കർത്താവിന്റെ വചനം അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോൾ ലോകത്തിലുള്ളതൊന്നും നിങ്ങൾ അറിയാൻ പാടില്ല. TV കാണരുത്, ഫോൺ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയും. ഒളിച്ചും പാത്തും പോയിരുന്ന് ഫോൺ വീഡിയോകളിരുന്ന് കുത്തിയിരുന്ന് കാണും ഈ വിവരം കെട്ടവന്മാര്. ജനങ്ങളോട് പറയും TV കാണരുത്. വാർത്ത കണ്ടാൽ പോലും അതെന്തോ വലിയ മഹാപാതകം പോലെയാണ് ഇവന്മാര് TV ഉള്ളത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. TV ഉള്ളത് പഠിപ്പിച്ചുകൊണ്ടിരുന്നതും മഹാപാതകം പോലെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ വാർത്ത കാണരുത്, അത് കാണരുത്, ഇത് കാണരുത് എല്ലാം പഠിപ്പിച്ച് ഇപ്പം ജനങ്ങൾക്ക് മുഴുവനും എന്താ ലോകത്ത് നടക്കുന്നതെന്നുള്ളത് പോലും അറിയാത്ത രീതിയിൽ മണ്ടന്മാരാക്കി വെച്ചിരിക്കുക. അതുകൊണ്ടെന്താ, ലോകത്തിൽ കാണുന്ന എല്ലാത്തിനെയും അവർ നല്ലതെന്ന് പറഞ്ഞ് കണ്ടോണ്ടിരിക്കുവാണ്. ഈ ലോകത്തിൽ നടക്കുന്ന അക്രമത്തെയും അനീതിയെയും തിന്മയെയും പോലും തിരിച്ചറിയാനുള്ള സാമാന്യ ബോധമില്ലാതെ ജീവിക്കുകയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു കൂട്ടം ജനം.